കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏറ്റവും നല്ല ജോലികൾ പിടിച്ചെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എക്സാമിനേഷനാണ് SSC CGL എക്സാമിനേഷൻ, അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. സാധാരണഗതിയിൽ മറ്റേതൊരു ജോലി ചെയ്യുന്ന ഒരാൾക്കും കേന്ദ്ര ഗവൺമെൻറ്റിലെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ GST ഇൻസ്പെക്ടറോ കസ്റ്റംസ് ഇൻസ്പെക്ടറോ ഒക്കെ ആകാനുള്ള താല്പര്യവും സ്വപ്നവും ഒക്കെ ഉണ്ടാകും. പക്ഷേ പഠിക്കാൻ സമയം കിട്ടുന്നില്ല, വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് പലപ്പോഴും ചെയ്യാൻ സാധിക്കാറില്ല. എന്നാൽ ഇത്തവണ ഞങ്ങൾ അതിനൊരു പരിഹാരം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നുണ്ട്. അതായത് SSC CGL പരീക്ഷയ്ക്കുള്ള ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സൺഡേ ബാച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുമ്പോഴാണ്. അങ്ങനെ കൂടുതൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളുടെ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. കാരണം ഇത് ഒരു സൺഡേ ബാച്ചാണ്. സൺഡേക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി സജ്ജമാക്കി വെക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് ഉത്തമ വിശ്വാസമുണ്ട്. പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങൾക്കൊരു താല്പര്യമുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആകണം, ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ഓഫീസ് CBIയോ അല്ലെങ്കിൽ EDയോ അങ്ങനെ ഏതെങ്കിലും ഓഫീസിൽ ഇൻസ്പെക്ടറായി ഒരു കരിയർ ആരംഭിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളിനി ഇപ്പോൾ ഒരുപക്ഷെ മറ്റേതെങ്കിലും ജോലി ചെയ്യുന്ന ആളാകാം, കേരള ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളാകാം, അതല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥനാകാം. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ കുറച്ചുകൂടി ഉയർന്ന ലെവലിലുള്ള നേരിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഡയറക്റ്റ് ഒരു ഉദ്യോഗസ്ഥനാകാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ്. ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ പിന്നാലെ പോകാം, പിടിച്ചെടുക്കാം. അതിന് തീർച്ചയായും പ്രൈം ഡയറക്ഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ കോഴ്സിന് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ആ സ്വപ്നത്തിൻ്റെ നേരെയുള്ള നിങ്ങളുടെ യാത്ര ആരംഭിച്ചതായി കണക്കാക്കാം. ഡേറ്റ് ഓഫ് ബിഗിനിങ് ഓഫ് ദ കോഴ്സ്, കമൻസ്മെൻറ്റ് ഓഫ് ദ കോഴ്സ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആൾക്കാരെ ഞങ്ങൾ നേരിട്ട് വിളിച്ച് അറിയിക്കുന്നതായിരിക്കും. SSC CGL പരീക്ഷയ്ക്ക് ഒരുപക്ഷെ നിങ്ങൾക്കറിയുമായിരിക്കും 2 ഘട്ടങ്ങളുണ്ട്, Tier 1, Tier 2. ഈ 2 ഘട്ടങ്ങളും ഇപ്പോഴുള്ള പ്രത്യേകത, പുതിയ രീതിയിൽ പരീക്ഷ നടത്തുമ്പോൾ പരീക്ഷ ഏകദേശം ഒരുപോലെയാണ് എന്ന് പറയാം. അതായത് ഒരേ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അതായത് Tier 1 പഠിക്കാനുള്ളത് മാത്സ്, അല്ലെങ്കിൽ നമുക്കതിനെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വിളിക്കാം, ഇംഗ്ലീഷ് ഉണ്ട്, റീസണിങ് അബിലിറ്റി ഉണ്ട്, ജനറൽ അവെയർനെസ് ഉണ്ട്. ജനറൽ അവെയർനെസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സാധാരണ ജനറൽ നോളജ് എന്ന് പറയുന്ന എല്ലാ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിലെല്ലാം 25 ചോദ്യങ്ങൾ വീതമുള്ള, ആകെ 100 ചോദ്യങ്ങളുള്ള 1 മണിക്കൂർ സമയമുള്ള ഒരു പരീക്ഷയാണ് Tier 1 പരീക്ഷ എന്ന് പറയുന്നത്. Tier 2 പരീക്ഷയിൽ ഈ ഘടകങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്വാളിഫയിങ് നേച്ചറായിട്ട് കമ്പ്യൂട്ടർ നോളജിൻ്റെ കുറച്ച് ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഈ മേഖലകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആഴത്തിലുള്ള, പരപ്പേറിയ തരത്തിലുള്ള ഒരു പഠനം തന്നെ വേണം. അത് നിർബന്ധമായും ചെയ്താൽ മാത്രമേ Tier 1 പരീക്ഷയും Tier 2 പരീക്ഷയും ക്ലിയർ ചെയ്ത് നമ്മളുടെ സ്വപ്ന ജോലി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. നേരത്തെ ഉള്ളതുപോലെ Tier 1 പരീക്ഷയുടെ മാർക്ക് ഇപ്പോൾ Tier 2 പരീക്ഷയുടെ മാർക്കിനോട് ചേർത്തല്ല റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത്. Tier 1 എന്നുള്ളത് ഇപ്പോൾ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. പക്ഷേ അതുകൊണ്ട് Tier 1 പരീക്ഷയുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല, അല്പം ഒന്ന് കൂടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് കട്ട് ഓഫ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് Tier 2 പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല Tier 1 പരീക്ഷയ്ക്ക് എന്തൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടോ അതെല്ലാം Tier 2 പരീക്ഷയിലുമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ തുടക്കം തന്നെ അവസാനം എവിടേക്കാണ് പോകുന്നതെന്ന് ആലോചിച്ചുറപ്പിച്ച് തന്നെ വേണം. അതായത് ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് എന്നുള്ള രീതിയിലാണ് പഠനം നടത്തേണ്ടത്. ഇതിന് ഉതകുന്ന രീതിയിലാണ് ഞങ്ങളുടെ വിന്നിംഗ് സ്ട്രാറ്റജി കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.